കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മൈക്ക് സ്ഥിരമായി പണി കൊടുത്തിരുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. എന്നാൽ ഇത്തവണ പണി അല്പം പാളിയത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. കുട്ടനാട് മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി നൽകുന്നതിൽ നടത്തിയ പ്രതികരണങ്ങളാണ് വിവാദമായത്. UDF-ൽ തന്നെ വലിയ ഒച്ചപ്പാടുകൾക്ക് കാരണമായേക്കാവുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതാകട്ടെ CPM അംഗം KU ജനീഷ് കുമാർ. തിങ്കളാഴ്ചയാണ് കുട്ടനാട് മൂലം വള്ളംകളി. അന്ന് പ്രാദേശിക അവധി അനുവദിക്കണമെന്നാണ് കുട്ടനാട് MLA റെജി ചെറിയാൻ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത്. കുട്ടനാടിന്റെ അഭിമാനമാണ് ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളംകളി. ഈ വള്ളംകളി നടക്കുന്ന ദിവസം കുട്ടനാട് താലൂക്കിന്റെ പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രഖ്യാപനമെത്തി. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. പ്രാദേശിക അവധി ഏറെക്കുറെ ഉറപ്പെന്ന പ്രതീതിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നൽകിയത്. എന്നാൽ തൊട്ടു പിന്നാലെ വി.ഡി. സതീശന്റെ ഉള്ളിലിരിപ്പ് പുറത്തായി. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. മുന്നണിയിലെ തന്നെ MLA സഭയിൽ ഉയർത്തിയ ആവശ്യത്തോടാണ് മുഖ്യമന്ത്രി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത്. തൊട്ടടുത്തിരുന്ന മറ്റംഗങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചില്ല. എന്നാൽ പ്രതിപക്ഷ നിരയിൽ KU ജനീഷ് കുമാർ ഇത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഭരണകക്ഷിയിലെ വിരുദ്ധന്മാരായ ആരോ വിവരം ജനീഷിന്റെ ചെവിയിലെത്തിച്ചതാണെന്നും സൂചനകളുണ്ട്. എന്തായാലും ജനീഷിന്റെ പണി ഏറ്റമട്ടാണ്. അവധി ആവശ്യത്തെ പരിഹസിക്കുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ രഹസ്യ പ്രതികരണം എത്തിയതിനു പിന്നിൽ റെജി ചെറിയാനോടുള്ള അതൃപ്തിയാണെന്ന് ചർച്ചകളുണ്ട്. ആൾക്കാർ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വിളിക്കുന്നുണ്ട് തന്നെ ഇത് കണ്ടിട്ട് എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം നമ്മളത് ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞ മറുപടിയുള്ളൂ എന്ന് പറയാം. അൺഒഫീഷ്യലായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. നിലച്ചിരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഉള്ളിലിരിപ്പ് പുറത്തായി. റെജി ചെറിയാനും ആകെ ക്ഷീണത്തിലാണ്. ചുരുക്കത്തിൽ KU ജനീഷ് കുമാർ അടിച്ച പന്തിൽ UDF ഗോൾ വല ആടിയുലയുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.